ദേവി, നീയായിട്ടൊരു വഴി കാട്ടിത്തന്നാണെന്ന് അറിയില്ല. മാഡം കണ്ണടച്ച പ്രാർത്ഥനയില്ല. പ്രാർത്ഥനയിൽ നിന്ന് എഴുന്നേൽക്കും മുൻപ് വലിയ കുഞ്ഞിനെ ഈ മൊബൈലിൽ നിന്ന് വിളിച്ചാളെ. ദേവി, നീ തന്നെ കാത്തോണേ. കല്യാണി വിളിച്ചിട്ട് ആഹാരം കഴിക്കുമെന്ന് പറഞ്ഞിട്ട് പോലും കല്യാണി എന്നെ വിളിച്ചില്ലല്ലോ. എന്താ എന്റെ കല്യാണിക്ക് പറ്റിയത്? അത് കല്യാണിയായിരിക്കും. അമ്മയാണല്ലോ. വലിയ ഒന്നെടുക്ക. വലിയ ഹലോ ഹലോ. അമ്മ കട്ടാക്കിയല്ലോ. മോളെ, അകത്തെ വഞ്ചിയിലിട്ടേക്ക്, അച്ഛൻ വെളിയിലേക്ക്. ഒന്നുകൂടി ഒന്ന് വിളിച്ചു നോക്കാം. അമ്മ എന്തിനാ വിളിച്ചെന്ന് ചോദിക്കാം. എൻഗേജ്ഡ് ആണല്ലോ. വലിയ കുഞ്ഞിനെ വിളിച്ച നമ്പർ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കാം. അല്ലെങ്കിൽ മാഡം കണ്ടാലോ. ഇനി അത് മതി അടുത്ത പൂരത്തിന്. എന്തായാലും അമ്മ ഒന്നുകൂടെ വിളിച്ചു നോക്കാം. അയ്യോ, വലിയ കുഞ്ഞാണല്ലോ. നേരത്തെ വിളിച്ചിരുന്ന കാര്യം ചോദിച്ച കുടുങ്ങിയത് തന്നെ. കല്യാണി, ഫോൺ റിങ്ങിയെന്ന് കേട്ടില്ലേ? ഇങ്ങിതാ. ആനന്ദ് പറഞ്ഞോളൂ. ആ അമ്മേ. വലിയ കുഞ്ഞിപ്പോ അമ്മ വിളിച്ചിരുന്നോ ചോദിക്കും. അല്ല, അമ്മ എന്നെ വിളിച്ചായിരുന്നോ? ഇല്ല, ഞാൻ വിളിച്ചില്ലല്ലോ. ഞാനിപ്പോ ക്ഷേത്രത്തിലാ. ശരി അമ്മേ, പ്രാർത്ഥന നടക്കട്ടെ. ശരി. കല്യാണി, നീ ആനന്ദിന് ഫോൺ ചെയ്തിരുന്നു? ഇല്ല മാഡം. അമ്മ ഫോൺ ചെയ്തില്ലെങ്കിൽ പിന്നെ ആരായിരിക്കും അമ്മയുടെ ഫോണിൽ നിന്ന് വിളിച്ചത്? കല്യാണി ഒന്ന് വിളിച്ചു നോക്കാം. സ്വിച്ച് ഓഫ് ആണല്ലോ.
കല്യാണിയുടെ ഫോൺ സ്വിച്ച് ഓഫാ. ഇനി കല്യാണിയായിരിക്കും അമ്മയുടെ ഫോണിൽ നിന്ന് വിളിച്ചത്. ഏതായാലും അമ്മ ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കാം. ആ ആനന്ദ്, എന്തു പറ്റി നിനക്ക്? എല്ലാം ഓക്കെ അല്ലേ അവിടെ? ഹേയ്, ഒന്നുമില്ലമ്മേ. അച്ഛന്റെ കയ്യിലൊന്ന് കൊടുക്കോ? അച്ഛൻ വന്നില്ല മോനെ, വീട്ടിലാ. ഓ, അപ്പോ അമ്മ ഒറ്റയ്ക്കാണോ വന്നത്? അല്ല, എന്റെ കൂടെ കല്യാണിയുണ്ട്. നീ എന്തിനാ ടെൻഷൻ ആവുന്നേ? എന്താ നിന്റെ പ്രശ്നം, പറ. ടെൻഷനൊന്നുമില്ലമ്മേ, ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ. അമ്മയുടെ പ്രാർത്ഥന നടക്കട്ടെ. ശരി ശരി. ഇപ്പൊ ഉറപ്പായി കല്യാണി തന്നെയാണ് വിളിച്ചത്. ഏതായാലും അമ്മയുടെ ഫോൺ വാങ്ങി എന്നെ വിളിച്ചല്ലോ, സമ്മതിക്കണം. ആഹാ, തുടങ്ങിയല്ലേ? എന്റെ പൊന്നു മച്ചു, ഞാൻ കാല് പിടിക്കാം. അത്യാവശ്യ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിച്ചിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങാൻ നോക്ക് പ്ലീസ്. സാറ് തൽക്കാലം പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഞാൻ ഉറക്കം വരുമ്പോ താനേ കിടന്നോളാം. നീ എന്തിനാ ഇവിടെ എന്റെ അടുത്ത് വന്നിരിക്കുന്നേ? ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുന്ന കണ്ടില്ലേ? ഈ ഫ്ലാറ്റിൽ വേറെ എത്രയോ സ്ഥലമുണ്ട്. അല്ലെങ്കിൽ പുറത്ത് ടെറസിൽ പോടാ. സോറി, എനിക്ക് നിന്റെ അടുത്ത് ഇരിക്കുന്നതാ ഇഷ്ടം. ഐ ലവ് യു. ഇങ്ങനെ പോയ നിന്നെ എലിവശം തന്നു കൊല്ലും. ശല്യം. ജയ ജയ മാമക പൂജിത ജനനി, 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 ജയ ജയ മാമക പൂജിത ജനനി. ആ അനിൻകുട്ടാ, നിന്റെ യൂണിറ്റ് ടെസ്റ്റിന്റെ മാർക്ക് കിട്ടിയായിരുന്നോ? ഇല്ല ചേച്ചി, ചിലപ്പോ ക്ലാസ്സിലെ പീറ്റയ്ക്ക് പാരന്റ്സ് വരുമ്പോ അവരുടെ കയ്യിലേ കൊടുക്കുള്ളൂ എന്ന് തോന്നുന്നു. ഇതുവരെ ഒരു പീറ്റയ്ക്ക് പോലും പങ്കെടുക്കാത്ത ചേച്ചിയെ ടീച്ചർ അവിടെ കാത്തിരിക്കുക. ഓ, അതിപ്പോ അച്ഛൻ വരും. എനിക്ക് വയ്യ നിന്റെ ടീച്ചറിന്റെ നിന്റെ കുറ്റങ്ങൾ കേൾക്കാൻ. വരുന്നില്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിൽ തന്നെ ഈ പീറ്റയിലൊന്നും ഒരു കാര്യമില്ല. ആ ചേച്ചി, വല്യുഞ്ഞു ചേച്ചിയുടെ മൊബൈലിൽ വിളിച്ചിരുന്നു കേട്ടോ. വല്യുഞ്ഞോ? അതെങ്ങനെ? ഫോൺ ഞാൻ സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിരുന്നാണല്ലോ. ആ, അതെനിക്ക് മനസ്സിലായി. ഞാൻ സ്കൂളിൽ നിന്ന് വന്നപ്പോ ഫോൺ മേശപ്പുറത്ത് ഓഫായി കിടക്കുന്ന കണ്ടു. ഞാൻ അതൊന്ന് ഓണാക്കിയതാ. ഓണാക്കിയതും വല്യുഞ്ഞിന്റെ ഫോൺ വന്നതും ഒരുമിച്ചായിരുന്നു. അതെ, ആ മേശപ്പുറത്തിരിപ്പുണ്ട്. അയ്യോ, ചാർജ് തീർന്നല്ലോ. ചാർജർ ഇത് എവിടെ പോയി? ഒരു സാധനം ഒരിടത്ത് വെച്ചാ അത് എവിടെയെങ്കിലും എടുത്ത് കളയും. ഇവർക്കൊന്നും വേറെ ഒരു പണിയില്ലേ? എടാ അനിയൻകുട്ടാ, ഇവിടെ വെച്ചിരുന്ന ചാർജർ എന്തിയടാ? ചേച്ചി എന്തിനാ എന്നെ ഇങ്ങനെ കടിച്ചേരാൻ വരുന്നേ? ചാർജർ ഇവിടെ ഇരിക്കുന്ന കണ്ടില്ലേ? കണ്ണോർന്നൊന്ന് നോക്ക്. ചേച്ചി എന്തിനാ ഇപ്പൊ ഇത്ര ടെൻഷൻ അടിക്കുന്നേ? എന്തു പറ്റി? നിനക്കതൊക്കെ തോന്നും. നീ ഇരുന്ന് പഠിക്കാൻ നോക്കിയേ. നിന്റെ യൂണിറ്റ് ടെസ്റ്റിന്റെ മാർക്ക് ഞാൻ കാണട്ടെ, അപ്പൊ ഞാൻ തരുന്നുണ്ട്. ചേച്ചി എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നതെന്നൊക്കെ എനിക്കറിയാം. ആദ്യം വല്യുങ്ങിനെ വിളിക്ക്, അതോടെ തീരും ഈ ടെൻഷനൊക്കെ. അനിൻകുട്ടാ,
നീ വാങ്ങിച്ചു കൂട്ടോ എന്റെ കയ്യിൽ നിന്ന്. കല്യാണി, എന്ത് ചെയ്യാ നീ ഇവിടെ? അത് ഫോൺ ചാർജ് ചെയ്യായിരുന്നു അച്ഛാ. ആ അനിയൻകുട്ടാ, അച്ഛാ വായിച്ചു കഴിഞ്ഞില്ലേ? പുസ്തകമൊക്കെ അടച്ചു വെച്ചിട്ട് വാ. നല്ല വിശപ്പുണ്ട്. അച്ഛൻ കൈയും കാലും കഴുകിയിട്ട് വരാം. മോൾ അത്താഴം എടുത്തു വെക്ക. ശരി അച്ഛാ. ദൈവമേ, വല്യുവിനെ വിളിക്കുന്നു. ഇന്നത്തോടെ തീർന്നുവല്ല. ഇതെന്തു പറ്റി? മൊബൈൽ റിങ് ചെയ്ത് കേൾക്കുന്നില്ലേ? ഫോൺ എടുക്കടി. എടുത്ത് ആരാ നോക്ക്. ഹലോ. ഹായ് കെട്ടിയോളെ. എന്താ ഫോൺ എടുക്കാൻ എത്ര താമസിക്കുന്നേ? ചേട്ടൻ മുംബൈയിലുള്ള കാര്യം നീ മറന്നുപോയോ? ഹലോ ഹലോ, ആരാ? ആരാണെന്നോ? നിന്നെ താലി കെട്ടിയവൻ. മനസ്സിലായില്ലേ? നിന്റെ കെട്ടിയവനാണെന്ന്. എങ്കിലും നിന്റെ ധൈര്യം ഞാൻ സമ്മതിച്ചു. അമ്മയുടെ ഫോണിൽ നിന്ന് നീ എന്നെ വിളിച്ചു കളഞ്ഞല്ലോ. പ്രണയം പെണ്ണിനെ സാഹസക്കാരിയാക്കുമെന്ന് പറയുന്നത് വെറുതെ അല്ല. ഹലോ, വല്യുഞ്ഞ. നമസ്കാരം വല്യുഞ്ഞ. അച്ഛനോ? അച്ഛനടുത്ത് തന്നെ ഉണ്ട്. ഇന്ന് ഡ്യൂട്ടി നേരത്തെ കഴിഞ്ഞു വന്നു. ഓ അത് ശരി. അപ്പൊ എന്റെ അമ്മായിയച്ഛൻ അടുത്ത് തന്നെ ഉണ്ടല്ലേ? ശല്യം. ഞാൻ എന്റെ പെണ്ണിനോടൊന്ന് സംസാരിക്കട്ടെ. തൽക്കാലം അവിടെ നിന്ന് പോകാൻ പറ അമ്മായിയച്ഛനോട്. ഓ അത് ശരി. ഓ, വിളിച്ചിട്ട് അച്ഛന്റെ ഫോണിൽ കിട്ടിയില്ല അല്ലേ? ഞാൻ കൊടുക്കാവേ. വലിയുഞ്ഞ. ഓ എനിക്കായിരുന്നു. ഹലോ വലിയുഞ്ഞേ. ദാസേട്ടാ, ദാസേട്ടന്റെ ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അതാ ഞാൻ കല്യാണി വിളിച്ചത്. അയ്യോ, അതിനെന്താ കുഴപ്പം? അല്ല വലിയുഞ്ഞെന്തിനാ എന്നെ വിളിച്ചെന്ന് പറഞ്ഞു? അല്ല അത് പിന്നെ ദാസേട്ടാ, തൃച്ചംബരത്തെ എന്റെ മുറിയിൽ ഒരു ഗ്രീൻ കളർ ഫയൽ ഇരിപ്പുണ്ട്. അത് നാളെ ഒന്ന് ഓഫീസിൽ കൊണ്ടുപോയി കൊടുക്കണം. അർജന്റ് ഫയല്. ഓ അതിനെന്താ, നാളെ തന്നെ ചെയ്തേക്കാം. ആയിക്കോട്ടെ. ശരിയല്ലേ? ഇനി വേറെ ഒന്നുമില്ല. വെച്ചേക്കട്ടെ. ശരി ദാസേട്ടാ. ശരി ശരി ശരി. കല്യാണിയോടൊന്ന് സംസാരിക്കാൻ പോലും പറ്റിയില്ല. അവള് തിരിച്ചു വിളിക്കുമായിരിക്കും. വെയിറ്റ് ചെയ്യാം. വാ, വന്ന് ചോറോളം. മോളെ നീ കഴിക്കുന്നില്ലേ? വേണ്ട അച്ഛാ, ഞാൻ പിന്നെ കഴിച്ചോളാം. നിങ്ങൾ കഴിക്കും. ഞാൻ വിളിക്കാണ്ട് വലിയവനൊന്നും കഴിക്കില്ലെന്നാ പറഞ്ഞിരിക്കണേ. മതി.
സാധാരണ അത്താഴം കഴിച്ച ഉടനെ ഉറങ്ങാറാ പതിവ്. ഇന്ന് നോക്ക്, രണ്ടെണ്ണം കൂടെ സംസാരിച്ചിരിക്കുക. പോയി കിടന്ന് ഉറങ്ങിക്കൂടെ രണ്ടിനും? ഹലോ കല്യാണി. വലിയ എന്തെങ്കിലും കഴിച്ചോ? ഇല്ല, ആഹാരം മുമ്പിൽ ടേബിളിൽ ഇരിപ്പുണ്ട്. എന്നാ നമുക്ക് രണ്ടുപേർ കൂടി ആഹാരം കഴിച്ചുകൊണ്ട് സംസാരിച്ചാലോ? ആ, ഞാൻ റെഡിയാ. ഒരു മിനിറ്റ്. ഹലോ. ഈ വഴി ഒഴുകി വരും തണുതണുത്ത കാറ്റിലെ മലർ മണമോ, പാതിര കടന്നു വരും പുലരിയുടെ ചേലെഴുമരുണിമയോ, അറിയാതെന്നിൽ ചേക്കേറുമാരാണു നീ, മഴവില്ലായി വന്നെങ്ങുമായുന്നു നീ, ചെറുതാം മൊഴിയിൽ മനസ്സിൻ ശിലയെ മണിപ്പൂമ്പാറ്റയാക്കുന്നു നീ. കാണും കനവാണോ നിജമാണോ കഥയാണോ ഒരു മായാജാലം നീ, അതിലാഴം മുങ്ങി ഞാൻ. ഇത് കാണും കനവാണോ നിജമാണോ കഥയാണോ ഒരു മായാജാലം നീ, അതിലാഴം മുങ്ങി ഞാൻ. വലിയ പറയൂ കല്യാണി. എനിക്ക് വലിയനെ കാണണമെന്ന് തോന്നുന്നുണ്ട്. അതിനെന്താ, ഇപ്പൊ തന്നെ കണ്ടു കളയാം. നെറ്റ് ഓണാക്കി വീഡിയോ കോൾ വിളിക്കാം. അല്ലെങ്കിൽ വേണ്ട, നെറ്റ് ഓണാക്കി ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി. നെറ്റ്വർക്ക് കിട്ടുന്നില്ലല്ലോ. ഒരാവശ്യത്തിന്. ഹലോ. ആ, നെറ്റ്വർക്ക് കൃത്യമായിട്ട് കിട്ടുന്നില്ല. അതാ വീഡിയോ കോൾ കണക്ട് ആവാത്തത്. ആ, നിനക്കിപ്പോ എന്നെ കണ്ടാ പോരെ? തൽക്കാലം നീ പുറത്തേക്ക് ഇറങ്ങി നിലാ വെളിച്ചത്തിൽ പൂർണ്ണചന്ദ്രനെ നോക്ക്. ഞാനൊരു ഐഡിയ പറയാം. ശരി വലിയ, ഞാൻ വെളിയിലേക്ക് ഇറങ്ങാം. വലിയ, ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ശരി, ഇനി എന്നെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നീ പൂർണ്ണചന്ദ്രനെ ഒന്ന് നോക്ക്. വാനം പെയ്തിടവേ നീയും പെയ്തതിനാൽ എന്താ കാണാൻ പറ്റുന്നത്? താവിടുമീ നേരം താഴകിതാ.
വാനിൽ ചന്ദ്രിക തെളിഞ്ഞിതാ നിറഞ്ഞേ നിൽക്കേ നീയൻ ചാരയായി ചേർന്നിതാ അഴകേ വാനിൽ ചന്ദ്രിക തെളിഞ്ഞിതാ നിറഞ്ഞേ നിൽക്കേ നീയൻ ചാരയായി